ഇന്നിപ്പോ ഒരു MLA, നിങ്ങൾ കേട്ടില്ല, ഒരു MLA ആകെ ഡങ്ങറായി നിൽക്കുകയാണ് ഒരു മെസ്സേജ് അയച്ചതിന്റെ പേരിൽ. എന്തുകൊണ്ടാണിത്? അത് മനുഷ്യന്റെ സ്വഭാവമാണ്. സ്ത്രീകളോടുള്ള സ്നേഹം, ഇഷ്ടം മനുഷ്യൻ അള്ളാഹു നൽകിയതാണ്. കുതിരകളോടും, മേൽത്തരം കുതിരകളോടും, സ്വർണത്തോടും, വെള്ളിയോടും, സ്ത്രീകളോടുമുള്ള ദേഷ്യം മനുഷ്യന്റെ അള്ളാഹു ഊട്ടിവെച്ചതാണ്. അത് മനുഷ്യന്റെ പ്രൈമറി വികാരമാണ്. പക്ഷെ അത് ഏറ്റവും ശരിയായ രൂപത്തിൽ എങ്ങനെ വിനിയോഗിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഹായിന്ന് വിട്ടു, പിന്നെന്തൊക്കെ തിരിച്ചു വന്നു, അങ്ങോട്ടായി വിട്ടു, ഇങ്ങോട്ടാ നാട്ടുകാർ മൊത്തപ്പോൾ ചർച്ച ചെയ്യാണ് ഓലെന്തൊക്കെ മെസ്സേജ് അയച്ചത്. ഇതെന്തൊരു ഗതികേടാണ് നോക്കിങ്ങൾ. എത്ര കൃത്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അല്ലേ? ആണും പെണ്ണും ഒരു എന്താണ് ചാറ്റ് ചെയ്യാൻ പാടില്ല, സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ പാടില്ല, ഒറ്റക്കാകാൻ പാടില്ല, മൂന്നാമൻ പിശാചായിരിക്കും എന്നാണ്. അന്യ സ്ത്രീ പുരുഷന്മാർ മിങ്കിൾ ചെയ്യാൻ പാടില്ല, ഒറ്റക്കാകാൻ പാടില്ല. അതൊക്കെ ഏതോ 7-ാം നൂറ്റാണ്ടിലെ എന്തോ കാടൻ നിയമങ്ങളാണെന്നാണ് ആൾക്കാർ പറയുന്നത്. എന്നാ പിന്നെ കൂടിയിരുന്നിട്ട് മെസ്സേജ് അയച്ചാൽ പിന്നെ അത് കാടത്തരല്ലേ? അത് മാത്രമേ അത് ഇവർക്ക് സഹിക്കാൻ പറ്റണില്ല. മെസ്സേജ് അയക്കണീന് കുഴപ്പമില്ല, കൂടിയിരിക്കണീന് കുഴപ്പമില്ല, പിന്നെ ഇതൊക്കെ സംഭവിക്കൂലേ? കാരണം പിശാചല്ല പിന്നെ ഇടപെടുന്നത്. പിന്നെ അതിന് മാത്രം ഇങ്ങനെ ആൾക്കാർ ബേജാറാണെന്തിനാണ്? ഇതെല്ലാം പറ്റുന്നു, അത് മാത്രം പറ്റൂല. ഇസ്ലാം കൃത്യമായിട്ട് എല്ലാത്തിനും എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായിട്ട് അതിന്റെ ഹക്കും ബാത്തിലും വേർതിരിച്ചിട്ടുണ്ട്.